അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, അഫ്ളലുൽ അഅമാലി യാ റസൂലല്ലാഹ്, തങ്ങളെ അമലുകളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ബഹുമാനമുള്ള അമലി ഏതാണ് നബിയേ എന്നതാ തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോ അവിടുന്ന് തങ്ങളതാ പറഞ്ഞു കൊടുക്കുന്നു, സഹാബാ, അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല ഏതാണെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, സഹാബാ, പടച്ചോർക്ക് വേണ്ടി ഇഷ്ടം വെച്ചോ, പടച്ചോർക്ക് വേണ്ടി വെറുത്തു കളഞ്ഞോ, അല്ലാഹുവിന് വേണ്ടി ഇഷ്ടം വെക്കുക, റബ്ബിന് വേണ്ടി വെറുക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിഷയമാണ്. ദുനിയാവിനെ നാം ആരും ആഗ്രഹിക്കേണ്ട, ദുനിയാവിനെ നമ്മൾ പ്രേമിക്കേണ്ട, ദുനിയാവിൽ ഒരു ക്രെഡിറ്റ് വേണ്ട. ബഗ്ദാദിൽ കൂടെ ഒരു വലിയതായിരിക്കുന്ന സൂഫി വര്യൻ, വലിയ പവറുള്ള മനുഷ്യനാണ്. ആ വലിയ മനുഷ്യന് വെയിലത്തോട്, ശക്തമായിരിക്കുന്ന വെയിലത്തോട് അങ്ങോട്ട് നടക്കുമ്പോ കാർമേഘത്തിലൂടുള്ളതായിരിക്കുന്ന ഒരു കൊട റബ്ബ് സുബ്ഹാനഹു വ തആല ആ വലിയതായിരിക്കുന്ന സൂഫിക്ക്, വലിയ ഔലിയായിരിക്കുന്ന വലിയ പണ്ഡിതനായിരിക്കുന്ന ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചൂടിനെ തടയാൻ വേണ്ടി, ശക്തമായ വെയിലിനെ തടയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കാർമേഘത്തോടുള്ളതായിരിക്കുന്ന വലിയൊരു കൊട അങ്ങോട്ട് കൊടുക്കും. പക്ഷേ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ ജനങ്ങളൊക്കെ വെയില് കൊണ്ട് നടക്കുമ്പോ ആ സൂഫിയായിരിക്കുന്ന മനുഷ്യന്റെ ഖൽബിൽ ഒരു കിബറങ്ങട് വന്നു പോടുകയാ. പടച്ചവനെ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങളതാ റോട്ടിൽ കൂടെ നടക്കുമ്പോ ശക്തമായ ചൂട് സഹിച്ചുകൊണ്ട് അവരതാ ദുനിയാവിന്റെ മുകളിലൂടെ അതാങ്ങാടിയിലൂടെ നടക്കുമ്പോ ആ ശക്തമായ ചൂടിനെ തടയിടാൻ എനിക്ക് റബ്ബ് പവർ തന്നല്ലോ, എനിക്ക് വലിയ കൊട തന്നല്ലോ. ആ കൊടയുമായി കൊണ്ട് അതാ കൂടെ രണ്ട് പിന്നണി പ്രവർത്തകന്മാര്, ഖുദ്ദാമീങ്ങള്, ഖാദിമീങ്ങള് കൊട പിടിച്ചുകൊണ്ട് ശൈഖിനങ്ങനെ വലിയ മജ്‌ലിസ് നടത്തുന്ന ശൈഖിനങ്ങനെ കൊടയും പിടിച്ചു കൊടുത്തുകൊണ്ട് ശൈഖ് ഇങ്ങനെ നടക്കുമ്പോ ജനങ്ങളെ കാതാ പാവപ്പെട്ട ജനങ്ങളെ കണ്ടപ്പോ ആ ശൈഖിന്റെ മനസ്സിൽ കിബറങ്ങ് വന്നുപോയി. ഞാനെല്ലാത്തിനും തികഞ്ഞവനായി പോയി, എന്റെ മേലെ ഇനി ഒന്നുമില്ല. ഇത്രയും ശക്തമായ ചൂടിൽ പോലും ചൂടിനെ തടയിടാൻ വേണ്ടി കൊട തന്ന റബ്ബ് എനിക്ക് തന്നല്ലോ. പക്ഷേ ആ ശൈഖിന്റെ അഹങ്കാരം ആ പാവപ്പെട്ട ജനങ്ങളെ കണ്ടപ്പോൾ അവൻ എന്നെക്കാളും മതപ്പതിച്ചവനല്ലേ, അവനൊന്നിനും പറ്റാത്തവനല്ലേ. ഉടനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ശൈഖ് എന്ന് പറഞ്ഞു നടക്കുന്ന ആ ശൈഖിന്റെ കൊട റബ്ബ് നശിപ്പിച്ചു കളഞ്ഞു മക്കളെ. അതുകൊണ്ട് നമ്മുടെ കൽബിൽ ഒരു കണുമണി തൂക്കം പോലും കിബർ വേണ്ട കേട്ടോ.
നാം തങ്ങളായിക്കോട്ടെ, കുത്തുബായിക്കോട്ടെ, വലിയ പണ്ഡിതനായിക്കോട്ടെ, റബ്ബിന്റെ മുമ്പിൽ പോകേണ്ടവരാ. മഹാനായിരിക്കുന്ന അഞ്ചാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങളതാ വലിയ സൂക്ഷ്മതയുള്ള മനുഷ്യരാണ്. ഇസ്ലാമിന്റെ അഞ്ചാമത്തെ ഖലീഫയാ, അഞ്ചാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങൾ റബ്ബേ വലിയ പേടിയുള്ള മനുഷ്യനാ, മരിച്ചു പോകേണ്ട ചിന്തയുള്ള മനുഷ്യനാ. നാളെ റബ്ബിന്റെ കോട്ടിലേക്ക് പോകുമ്പോ റബ്ബ് ചോദിക്കുമ്പോ അതിന് മറുപടി പറയാ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ റബ്ബേ. ഭരണം നടത്തുന്ന ഖലീഫയാണ്, ഇസ്ലാമിന്റെ അഞ്ചാമത്തെ ഖലീഫയാ. ഈ സദസ്സിലിരിക്കുന്ന ഉമ്മ, എന്റെ സഹോദരന്മാരെ, നാം ഓരോരുത്തർ പഠിച്ചു വെക്കണേ. ആരായിക്കോട്ടെ, വലിയ പൗരുള്ളവനായിക്കോട്ടെ, വലിയ മജ്‌ലിസുൽ മദീന നടത്തുന്നവനായിക്കോട്ടെ, റബ്ബിന്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല കേട്ടോ. അതുകൊണ്ടല്ലേ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ ഖബറിലേക്ക് കൊണ്ടുവച്ചപ്പോൾ അബൂദറുൽ ഗിഫാരി തങ്ങൾ ഖബറിനോട് പറഞ്ഞില്ലേ, ഖബറേ, ഇത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖിന്റെ പൊന്നുമോളാണ്, കരളിന്റെ കഷമാണ്. അതുകൊണ്ട് ഖബറേ, നിന്റെ അരികിലേക്ക് വരുന്ന ഈ പാവപ്പെട്ട ഫാത്തിമാന് നീ ഇതിന്റെ സ്വഭാവമായിരിക്കുന്ന ആ ഞെരുക്കമുണ്ടല്ലോ, അത് ഫാത്തിമയേലും ഇടുക്കല്ല ഖബറേ. ഇത് പുന്നാര നബിയുടെ പൊന്നുമോളാണ് ഖബറേ എന്ന് അബൂദറുൽ ഗിഫാരി തങ്ങള് ഖബറിനോട് പറഞ്ഞപ്പോ ഖബർ തിരിച്ചുകൊണ്ട് അബൂദറുൽ ഗിഫാരിയോട് പറഞ്ഞു, ഓ അബൂദർ, മുഡീസ് തങ്ങളുടെ മോനായിക്കോട്ടെ, കാന്തപുരേപ്പി അബൂബക്കർ മുസ്ലിയാറിന്റെ മോനായിക്കോട്ടെ, അല്ലെങ്കിൽ ഹസൻ തങ്ങളുടെ മോനായിക്കോട്ടെ, ഏത് കൊലകൊമ്പന്റെ മോനായാലും മോളായാലും എന്റെ ഖബറിലേക്ക് വരുമ്പോ, എന്റെ വയറിലേക്ക് വരുമ്പോ അവനക്കത് ആ സ്ഥാനമാനങ്ങൾ ദുന്യാവിന്റെ മുഖത്ത് മാത്രമാണ്, ഖബറിലില്ല, ദുന്യാവിന്റെ അടിയിലില്ല. ആ ദുന്യാവിന്റെ അടിയായിരിക്കുന്ന ഖബറിൽ രക്ഷപ്പെടാൻ ദുന്യാവിന്റെ മുകളിൽ വെച്ചുകൊണ്ട് കൃഷി ചെയ്യണം, ആഖിറ രക്ഷപ്പെടാനുള്ള വഴികൾ ചെയ്യണം, ഖബറിൽ രക്ഷപ്പെടാനുള്ള വഴികൾ ചെയ്യണം. ആ ഫാത്തിമ ബീവിയുടെ ഖബർ പോലും, മയ്യത്ത് പോലും ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ ഖബർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഖിർ സമാനിലെ ചപ്പും ചവറും ചണ്ടികളായ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പറയുന്നത് ഇൽമാണ്, നമ്മൾ പഠിക്കുന്നത് ഇൽമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുആവിയ, നീ കാരണം കൊണ്ട് ഒരാൾ നന്നായ മതി, ആയിരക്കണക്കിന് ആൾക്കാർ നന്നാവൊന്നും വേണ്ട. ഒരാൾ നീ കാരണം കൊണ്ട് നന്നായാൽ ദുന്യാവിലേക്കും നാളെ ആഖിറത്തിലേക്കും അത് മുആവിയ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആയതിനാൽ മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങൾ ഖലീഫയാണ്, അഞ്ചാമത്തെ ഖലീഫയാ. ആഖിറത്തെ പേടിച്ച് ജീവിച്ച മഹാനാണ്, ഖബറിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച മഹാനാണ്. ആ മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങള് എല്ലാ ദിവസവും നമസ്കാരം കഴിഞ്ഞ് പാവപ്പെട്ടതായിരിക്കുന്ന ജനങ്ങൾ വന്നുകൊണ്ട് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങളോട് പരാതി പറയും, യാ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങളെ, എന്റെ മകളെ കല്യാണമാണ്, എന്റെ മകൾക്ക് ആ രോഗമാണ്, എന്റെ മകൾക്ക് ആ പ്രയാസമാണ്, എന്റെ കുടുംബത്തിൽ ആ രോഗങ്ങളുണ്ട്. അങ്ങനെ 100 പ്രശ്നങ്ങളെ കൊണ്ട് 100 കണക്കിന് ജനങ്ങൾ വന്നുകൊണ്ട് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങളുടെ പള്ളിയിൽ വന്നുകൊണ്ട്, അവരിയ്ക്കുന്നതായിരിക്കുന്ന സ്ഥലത്ത് വന്നുകൊണ്ട് അതാ പരാതികൾ പറയുമ്പോ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങള് അതാ ക്ഷമയോടെ കേട്ടിരിക്കുന്നു. ആരായിരിക്കുന്നു ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങള്
ഈ നൂറുകണക്കിന് വരുന്ന ജനങ്ങൾ പരാതിപ്പെട്ടിയുമായി കൊണ്ട് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പരാതികൾ ഇങ്ങനെ പറയുമ്പോൾ വെറുപ്പില്ല, അറപ്പില്ല, ക്ഷമയോടെ കേട്ടിരിക്കുകയാണ് മഹാനായ ഉമർ അബ്ദുൽ അസീസ് തങ്ങൾ. മഹാനായ ഉമർ അബ്ദുൽ അസീസ് തങ്ങൾ ഇരുന്ന് ക്ഷീണിതനായപ്പോ തന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ രാവിലെ 7 മണി മുതൽ 10 മണി വരെയും നിങ്ങളുടെ മുമ്പിൽ അതാ എല്ലാം സഹിച്ചുകൊണ്ടിരുന്നവനാ. ഒരല്പനേരം ഞാനൊന്ന് വിശ്രമിച്ചുകൊട്ടെ, ഒരല്പനേരം ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ എന്ന് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തന്റെ മുമ്പിലുള്ളതായിരിക്കുന്ന ജനങ്ങളോട്, പരാതി പറയാ വരുന്നു വന്ന ജനങ്ങളോട് അതാ പറഞ്ഞപ്പോ ജനങ്ങൾ പറഞ്ഞു, ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങളെ, ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കളഞ്ഞല്ലോ. നിങ്ങളൊരു അരമണിക്കൂർ സമയം ക്ഷീണം മാറ്റാൻ ബെഡ്റൂമിൽ നിന്ന് പോയിട്ട് റെസ്റ്റ് എടുക്കണേ. ഞങ്ങൾക്കതിൽ പൊരുത്തക്കേടില്ല. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങളോട് ജനങ്ങൾ അങ്ങനെ പറഞ്ഞ കേട്ട മാർഗത്തിൽ ഉമർ അബ്ദുൽ അസീസ് തങ്ങള് അതാ മഹാനായ ഉമർ അബ്ദുൽ അസീസ് തങ്ങൾ ക്ഷീണം മാറ്റാൻ വേണ്ടി പടച്ചവനെ തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് അതാ പോയപ്പോ പിന്നാലെ പൊന്നുമോന് അതാ ഓടി വരുന്നു. ഉമർ അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രൈവറ്റ് റൂമിലേക്ക് കഥാ കെടുക്കാൻ വേണ്ടി, വിശ്രമിക്കാൻ വേണ്ടി ആ പോയപ്പോ ഉമർ അബ്ദുൽ അസീസ് തങ്ങളുടെ പൊന്നുമോന് വാതിലും അതാ മുട്ടുന്നുപ്പാ. ഉപ്പാ, നിങ്ങൾ എന്ത് പണിയാണ് കാട്ടുന്നത് ഉപ്പാ? മോനെ, ജനങ്ങളോട് അതാ പരിഭവങ്ങൾ കേട്ടിട്ട് ഇതുവരെയും ഉപ്പതാ ക്ഷമിച്ചിരുന്നല്ല മോനെ. ഉപ്പാടെ കാല് വേദനിക്കുന്നു മോനെ, ഉപ്പാടെ ശരീരം വേദനിക്കുന്നു മോനെ. ഒരല്പനേരം ജനങ്ങളുടെ സമ്മതത്തോടുകൂടെ ഞാനൊന്ന് വിശ്രമിക്കട്ടെ മോനെ എന്ന് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങളോട് തങ്ങള് തന്റെ മോനോട് പറഞ്ഞപ്പോ പടച്ച റബ്ബേ, ആ സംഭവങ്ങളെ പറയുമ്പോഴാണ് ഇന്നലെ അതാ വലിയൊരു വിഷമോ ഞങ്ങളുടെ കുടുംബത്തിലും വന്നുപോയി മക്കളെ. ഒരല്പനേരം കൊണ്ട് ഞങ്ങളെല്ലാവരും ഉസ്താദന്മാരും പ്രവർത്തകന്മാരും ഒരല്പനേരം കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി മക്കളെ. അതുവരെ ഒരു കുഴപ്പമില്ലാത്ത ഞങ്ങളുടെ വന്ദിരായ പിതാവ് ഒരു സെക്കൻഡ് കൊണ്ടതാ അട്ടിമറിഞ്ഞു പോയി മക്കളെ. തന്റെ മകളതാ വിളിച്ചു, ഉപ്പാ ഉപ്പാ ഭക്ഷണം കഴിക്കാൻ എണീക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുമക്കൾ ഉപ്പാനെ വിളിക്കുമ്പോ ഉപ്പാന്റെ ശരീരം ചലനമില്ല കേട്ടോ, ശ്വാസമില്ല കേട്ടോ, ഓക്സിജൻ ഇല്ല കേട്ടോ. ശരീരം കയ്യതാ തളർന്നുപോയി, ശരീരം തളർന്നുപോയി. എല്ലാവരും ഭയപ്പെട്ടു പോയി, അട്ടഹാസങ്ങളായി പോയി. എന്റെ ഉപ്പാക്ക് എന്തെങ്കിലും സംഭവിച്ചാല് ഞാനും കൂടി മരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പെൺമക്കളും പൊട്ടിക്കരഞ്ഞു പോയി മക്കളെ.
ആ സമയത്ത് ഉണ്ടായൊരു വേദന ഉസ്താദുമാർക്ക് അപ്പുറം നിൽക്കുന്നു, അലവിക്കപ്പുറം നിൽക്കുന്നു. മക്കളെല്ലാവരും അതാ വിഷമത്തിലായി. ഉടനെ തന്നെ ഞങ്ങളൊക്കെ വിളിച്ച്, ഞങ്ങളപ്പുറം ഇപ്പുറമൊക്കെ താമസിക്കുന്നവരാ, പെങ്ങന്മാര് മറ്റുള്ളവര് വിളിച്ചു, മക്കളെ ഉപ്പ കൈവിട്ടു പോയോ, ഉപ്പാക്കെന്ത് പറ്റി മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ മുണ്ടുന്നില്ല, ഉപ്പ ചലിക്കുന്നില്ല, ഉപ്പാടെ കൈ പൊന്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരികള് ഞങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ ഉടുതതായിട്ട ഡ്രസ്സുമായിക്കൊണ്ട് ഉപ്പാക്കെന്ത് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു ഞങ്ങള് കേട്ടോ. ഉടനെ തന്നെ അതാ ചെറിയ കുട്ടികളെ വാരിയെടുക്കുന്നത് പോലെ ആ ശരീരത്തിന് വെയിറ്റുള്ള ശരീരം ഞങ്ങൾ വാരിയെടുത്തുകൊണ്ട് കാറിലതാ 100 സ്പീഡില് ആസ്പത്രിയിൽ എത്തിച്ചിട്ട് ആ ഉപ്പ എന്നതാ നമ്മക്ക് വേണ്ടി കാത്തിരിക്കുന്നു മക്കളെ. ഒരല്പനേരം കൂടി പോട്ട് വരിച്ച ശ്വാസം കീപ്പോട്ട് വന്നില്ലെങ്കിൽ ഇന്ന് ഈ സദസ്സിന്റെ പേര് വേറെയാ. നാളെ മുത്തുമുടി തങ്ങളുടെ ആണ്ടല്ല കഴിക്കുക, വേറെന്തെങ്കിലും സംഭവിക്കേണ്ടതാ. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല അതാതു ആയുസ്സിട്ട് കൊടുത്തു. ഇത്ര ജനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാ. തയ്യൽ മിഷീന് കൊടുക്കേണ്ടതാ, ആടുമാടുകൾ കൊടുക്കേണ്ടതാ, അലമാറ കൊടുക്കേണ്ടതാ, എന്റെ കൈ കൊണ്ട് കൊടുക്കേണ്ട റബ്ബേ. ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹു തന്റെ റസൂൽ, തന്റെ ഭർത്താവ് റസൂലുള്ളാഹി ഇടങ്ങറായപ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, നബിയേ പേടിക്കണ്ട നബിയേ, നിങ്ങൾ ഭയപ്പെടേണ്ട നബിയേ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല നബിയേ. കാരണം നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാ. അതുകൊണ്ടാ തങ്ങളെ നിങ്ങളതാ പാവങ്ങളെ സഹായിക്കുന്നവരാ. ആ ഒരു വാക്ക ഇവിടെയും എനിക്കും പറയാനുള്ളത്. ഞങ്ങളുടെയൊക്കെ വന്ധ്യരായിരിക്കുന്ന പിതാവ്, നിങ്ങളുടെ പ്രിയപ്പെട്ടതായിരിക്കുന്ന ഉപ്പാപ്പ ഇന്നലെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മേപ്പോട്ട് വലിച്ച ശ്വാസം കീപ്പോട്ട് വരാതെ ഇടങ്ങറായിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കേണ്ടത് വേറെയായിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല തട്ടിക്കളഞ്ഞെന്തുകൊണ്ടാ? അവർ ചെയ്യുന്നതായിരിക്കുന്ന സദഖയുടെ ബറക്കത്താ. പാവങ്ങളെ സഹായിക്കുന്നത് കൊണ്ടാണ്, പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ലുക്മാൻ ഹക്കീം തങ്ങൾ തന്റെ മകനോട് പറഞ്ഞില്ലേ, മോനെ നീ മുഖം തിരിച്ചു കളയരുത്, പാവങ്ങൾ വരുമ്പോ നീ മുഖം തിരിച്ചു കളയരുത്. അതാ വന്നിരായിരിക്കുന്ന പിതാവ് ഇതൊക്കെ ചെയ്യുന്നത്. 100 കണക്കിന് ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തു. അവരതാ വീട്ടിൽ കൊണ്ടുപോയി അടിക്കുന്നു, അതുകൊണ്ട് ജീവിക്കുന്നു, ഷോക്കേസിൽ വെക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ സത്യമല്ലേ? ഖദീജ ബീബി റളിയല്ലാഹു അൻഹ തന്റേതായിരിക്കുന്ന ഭർത്താവ് വേദനിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, തങ്ങളെ തങ്ങൾക്കൊന്നും പറ്റൂല, ഞങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാ, നിങ്ങളെ തീ മക്കളെ സഹായിക്കുന്നവരാ, നിങ്ങളെ തീ മക്കളെ സ്നേഹിക്കുന്നവരാ, അതുകൊണ്ട് തങ്ങളെ നിങ്ങൾക്കൊന്നും സംഭവിക്കൂല. ആ ഒരൊറ്റ വാക്ക് കടമെടുത്തുകൊണ്ടാണ് ഈ സദസ്സ് ഇവിടെ നടക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ദീർഘായുസ് അല്ലാഹു കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്ത് രോഗമുണ്ടോ ആജിലാശമൻ അല്ലാഹു കൊടുക്കട്ടെ. കാമിലായ ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു അവർക്ക് നമുക്ക് നൽകട്ടെ. മഹാനായിരിക്കുന്ന ഉമർ അബ്ദുൽ അസീസ് തങ്ങൾ മകനോട് പറഞ്ഞു, മോനെ ഞാൻ അല്പം വിശ്രമിച്ചിട്ട് വരാന്ന് പറഞ്ഞപ്പോ ഉമർ അബ്ദുൽ അസീസ് തങ്ങളോട് മോൻ പറഞ്ഞത് എന്താണെന്നറിയോ? മക്കളെ, നിങ്ങൾ തിരിച്ചു വരുന്നുണ്ട് ഉറപ്പുള്ളത് ഇതാ. ജനങ്ങളുടെ പരാതി കേൾക്കാൻ നിങ്ങൾക്ക് ക്ഷീണമാണ്. ആ ക്ഷീണം മാറ്റാൻ വേണ്ടി പ്രൈവറ്റ് റൂമിലേക്ക് നിങ്ങൾ കിടക്കാൻ പോകുന്നു. തിരിച്ചു വരുന്നുള്ള ഗ്യാരണ്ടിയോട് ജനങ്ങളോട് പറഞ്ഞിട്ട് വാപ്പയായിരിക്കുന്ന ഉമർ അബ്ദുൽ അസീസ് തങ്ങള് തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് പോയിക്കോ എന്ന് ഉമർ അബ്ദുൽ അസീസ് തങ്ങളെ തന്റെ മകൻ വാപ്പയെ ഉപദേശിച്ചു, വാപ്പയോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് മരണം എന്നുള്ളതാണ്.
ആ മരണം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. നമ്മുടെ ചെരുപ്പിന്റെ വാറ് നമ്മുടേതായിരിക്കുന്ന കാലിൽ അതാ ഒട്ടിപ്പിരിക്കുന്നത് പോലെയാണ് നമ്മുടേതായിരിക്കുന്ന മരണം നമ്മുടെ മുമ്പിലുള്ളത്. ആയതുകൊണ്ട് എൻ്റെ ഉമ്മമാർ, എൻ്റെ സഹോദരികൾ, സഹോദരന്മാർ, കൂടപ്പറപ്പികൾ ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് മരണത്തെക്കുറിച്ച് മാത്രമാണ്. സെക്കൻഡ് മതി മേപ്പോട്ട് വരച്ചത് കീപ്പോട്ട് വന്നില്ലെങ്കിൽ സെക്കൻഡ് മാറി. പേര് മാറിപ്പോയി. ഷാഫി തങ്ങളുടെ മയ്യത്ത് എപ്പോഴെടുക്കും, മുഡീസ് തങ്ങളുടെ മയ്യത്ത് എപ്പോഴെടുക്കും, സുലൈമാൻ ഉസ്താദിന്റെ മയ്യത്ത് എപ്പോഴെടുക്കും, മറ്റുള്ളവരുടെ മയ്യത്ത് എപ്പോഴെടുക്കും എന്ന പേര്. പിന്നെ തങ്ങളുടെ മയ്യത്ത് എടുക്കുന്നില്ല, തങ്ങളെപ്പ കാണുന്നില്ല, പേര് മാറിപ്പോയി. ആയതിനാൽ ഖബർ നമുക്ക് നമ്മുടെ കൂടെയുണ്ട്, മരണം നമ്മുടെ കൂടെയുണ്ട്. ആ ഖബറിലേക്ക് പോയി കിടക്കേണ്ടവരാണ്. ദുന്യാവ് നമ്മൾ മോഹിക്കണ്ട. ദുന്യാവ് അല്ലാഹ് തരും നമുക്ക്. ദുന്യാവിനെ പ്രേമിച്ചുകൊണ്ട് നമ്മൾ ആരും നടക്കേണ്ട ആവശ്യമില്ല. ദുന്യാവിനെ പ്രേമിച്ചുകൊണ്ട് നമ്മൾ കോലം കെട്ടേണ്ട ആവശ്യമില്ല. താടി വെച്ച് വലിയ പട്ടുവിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദുന്യാവിന് ക്രെഡിറ്റ് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. റബ്ബിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടം വെക്കുക, അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ വെറുക്കുക. അപ്പൊ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും. അള്ളാഹ് നമ്മളെ സഹായിക്കും, ഉറപ്പായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ പിതാവ് കാണിച്ചു തന്ന മാതൃകയാണ്. കാരണം അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ് നമ്മളെ സഹായിക്കും, റബ്ബ് സഹായിക്കും. അതിന് അള്ളാഹിന്റെ റസൂൽ നമ്മൾ വല്ലാതെ ഇഷ്ടം വെക്കുക. തങ്ങൾ വലിയ സ്വലാത്ത് ചൊല്ലുക, കൂടുതലും ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുക, ഇസ്തിഗ്ഫാർ ഇങ്ങനെ നടച്ചില്ല. കണ്ട മന്ത്രവാദികളുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്ത് പിന്നാലെ പോകാണ്. വീട്ടിലിരുന്ന് ഇസ്തിഗ്ഫാർ പതിവാക്കുക. ദിവസം 100 വട്ടം ഇസ്തിഗ്ഫാർ പതിവാക്കുക. ദിവസം ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതുക. അതേപോലെ തന്നെ ലഖദ്ജാഅക്കുന്നുള്ള ആയത്തുകൾ ഓതുക. ദിവസം രാവിലെ 7 വട്ടം, വൈകുന്നേരം 7 വട്ടം. തൗബ സൂറത്തിലെ അവസാനത്തെ ആയത്ത് ഓതുക. ഒരൊറ്റ മന്ത്രവാദികളൊന്നും പോകണ്ടോ? എന്ത് പഠിച്ചിട്ട് അവരൊക്കെ ഇരിക്കുന്നുണ്ടാവുക? ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. നമ്മൾ അവര് പിന്നാലെ അങ്ങനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടേതായിരിക്കുന്ന വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും തീർക്കാനുള്ളതായിരിക്കുന്ന വഴികൾ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വലിയ സയ്യിദന്മാർ, വലിയതായിരിക്കുന്ന ആലിമീങ്ങള്, അവരത്തൊക്കെ നമ്മൾ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? തബറുക്കിന് വേണ്ടിയിട്ടാ, അവരെ ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാ. അതല്ലാതെ മന്ത്രവാദികളുടെ പിന്നിലും കണ്ടതായിരിക്കുന്ന ചാത്തനെയും പോത്തനെയും സേവിച്ചിട്ട് ഞാന് മടവൂര് ശൈഖാണ്, ഞാൻ ഏറുവാടി ബീവിയാ, അല്ലെങ്കിൽ ഞാൻ നാവൂർ പാപ്പയാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കള്ള ജാഹിലീങ്ങൾ ഉണ്ടാവും. അവരെ പിന്നാലെ നിങ്ങൾ ഒരിക്കലും നടന്നു പോകണ്ട. തുള്ളുന്നവരുടെ പിന്നാലെയും പോകണ്ട, തുള്ളാത്തവരുടെ പിന്നാലെയും പോകണ്ട. ചാത്തനെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ തങ്ങളാണ്, കുത്തുബാണ്, സമാനെന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു ഹമക്കീങ്ങളുടെ പിന്നാലെ നിങ്ങൾ ഒരിക്കലും നടന്നു പോകരുത്. അവരൊക്കെ കറാമത്ത് ചിലപ്പോൾ കാണിച്ചു വരും, അത്ഭുതങ്ങളൊക്കെ കാണിച്ചു വരും. ഏറ്റവും വലിയ അത്ഭുതം കാണിക്കുന്നത് ശൈത്താൻ, ഇബ്ലീസാ. അതിനേക്കാൾ വലിയ അത്ഭുതം ആർക്കും കാണിക്കാൻ പറ്റൂല. ആയതുകൊണ്ട് ഏറുവാടി ബീവിയാണ്, മടവൂരുപ്പാപ്പയാണ്, അല്ലെങ്കിൽ വരവൂരുപ്പാപ്പയാണ് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളൊക്കെ ചില ബീവികളായിട്ട് ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പല പേരിൽ ഇരിക്കുന്ന മൊയ്യാക്കന്മാരും തങ്ങന്മാരൊക്കെ ഉണ്ടാവും. അവരവിടെ ഇരുന്നോട്ടെ, അവരൊക്കെ വയറ്റ് പഴപ്പിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളയാണ്, അള്ളാഹുവിന്റെ റസൂൽ. വലിയ നല്ലതായിരിക്കുന്ന സയ്യിദന്മാര്, നല്ല നല്ല ആലിമീങ്ങള്, അവരതായിരിക്കുന്ന ചാരത്ത് പോവുക. അവരോട് നമ്മൾ സഹായത്തോടെ, പാപ്പാ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കരട്ടെ, പാപ്പാ ഞങ്ങൾക്ക് വേണ്ടി ഇതാ ഞങ്ങളെ വിഷമങ്ങൾ മാറാൻ വേണ്ടി ദ്വാരക്കണം, ഉസ്താദ് പറഞ്ഞ ഹദിയൊക്കെ കൊടുത്ത് ദ്വാരിപ്പിക്കുക, ബർക്കത്തെടുക്കുക. അതേ നമുക്കുള്ള. അല്ലാണ്ട് കള്ള ബീവികളും കള്ള തങ്ങന്മാരും ചാത്തനെയും പോത്തനെയും സേവിച്ചു ചേക്കുട്ടി പാപ്പനെ സേവിച്ചിരിക്കുന്ന ഹമക്കുകൾ പേര് മാറ്റിയിട്ട് ഏറുവാടി പാപ്പയാണ്, നാവൂരു പാപ്പയാണ്, മറ്റേ പാപ്പയാണെന്ന് പറഞ്ഞ ഒരു പടുജായിലെയും പിന്നാലെ പോയിട്ട് അലിഫിന് 10 കിട്ടുന്ന ആന്ന് പോലും വായിക്കാത്ത ജാഹിലികളുടെ പിന്നാലെ പോയിട്ടും ബീവികളുടെ പിന്നാലെ പോയിട്ട് നിങ്ങളുടെ സമയം കളയരുത്. ആഖിറ നഷ്ടപ്പെടുത്തരുത്. ആഖിറ നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട, ദുനിയാവുകൾ നഷ്ടപ്പെടുത്തേണ്ട. റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പോകുമ്പോ അവിടെ നമുക്ക് മറുപടി പറയാനുണ്ടാവില്ല, നമ്മുടെ വിരല് കടിക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ ഉമ്മമാർ, എന്റെ സഹോദരികൾ, സഹോദരന്മാർ, ചാത്തനെയും പോത്തനെയും സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണിക്കരുടെയും ഒരു മൊയ്യാക്കന്മാരുടെയും ഒരു മറ്റവന്റെയും ചാരത്തുപെട്ട് നിങ്ങളുടെ സമയം കളയാതെ ഇസ്തിഗ്ഫാറുകൾ പതിവാക്കിക്കോ, മറ്റുള്ള കാര്യങ്ങൾ പതിവാക്കിക്കോ. അള്ളാഹ് നമ്മളെ സഹായിക്കും, അള്ളാഹ് രക്ഷപ്പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ
രക്ഷപ്പെടുന്നവർ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഹൈറായിരിക്കുന്ന ഇൽമ കരസ്ഥമാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മജ്‌ലിസൊക്കെ അല്ലാഹു പൊരുത്തുള്ള മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ദുആ ചെയ്യുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു കൊടുക്കട്ടെ. ഭാര്യ മക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്ത് രോഗങ്ങളും പ്രയാസങ്ങളും അല്ലാഹു ഒക്കെ സലാമത്തിയിട്ട് ഈ മജ്‌ലിസ് അല്ലാഹു ഖൈറിന്റെ മജ്‌ലിസ് ആകട്ടെ. അല്ലാഹുക്ക് പൊരുത്തുള്ള മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും നാവുകൾക്ക് അല്ലാഹു അസ്ർ നൽകട്ടെ. എല്ലാ ഖൈറായിരിക്കുന്ന മജ്‌ലിസുകൾ അല്ലാഹു വിജയിപ്പിക്കട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമ്മന ഹാദാ ജമ്മ മർഹൂമ വതഫറഖന മിൻ ബഅദി തഫറഖ മഅസൂം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇൻഷാ അല്ലാഹ്. ബാക്കിയൊക്കെ വേണ്ടതുപോലെ ചെയ്യാനുള്ള വേണ്ട ശബ്ദങ്ങളും എൻ്റെ ഉപ്പാക്കും അതേപോലെ തന്നെ അനിയനുക്കും അനിയന്മാർക്കും ഒക്കെ അല്ലാഹു കൊടുക്കട്ടെ എന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് മൈക്കും സ്റ്റേജൊക്കെ അവർക്ക് കൊടുക്കുന്നു. തൽക്കാലം ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.